തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കാൻ ജെഎസ്എസ് തീരുമാനം. ഗൗരിയമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഗൗരിയമ്മ നിലപാട് അറിയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സോനി, നേരത്തെ KR ഗൗരിയമ്മ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ലയിക്കാനും തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ കാരണം ഗൗരിയമ്മ അതിൽ നിന്നെല്ലാം പിന്തിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി ഘടകകക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നതിനായിരുന്നു JSS LDF-ഉമായി ചർച്ച നടത്തിയത്. ഇത്തരം ചർച്ചകൾ നടന്നു വരുന്നതിന്റെ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പെടുത്തത്. ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇവരെ LDF-ൽ നിന്നും അകറ്റി നിർത്തുന്ന അല്ലെ അകന്നു പോകുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പരത്തിയത്. അവർ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കാൻ പോകുന്നു എന്ന തരത്തിൽ JSS-ന്റെ ഭാഗത്തു നിന്നും അത്തരം പ്രസ്താവനകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഡോക്ടർ തോമസ് ഐസക് MLA അടക്കമുള്ളവർ KR ഗൗരിയമ്മയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഇത്തരം ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ KR ഗൗരിയമ്മ LDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ പ്രവർത്തകർക്കും LDF-ന് വോട്ട് ചെയ്യാനും LDF-നോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഗൗരിയമ്മ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അഴിമതിരഹിത വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി LDF പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. ക്ഷേമ പെൻഷനുകൾ കുറഞ്ഞത് 1000 രൂപയായി ഉയർത്തുമെന്നും ക്രമേണ അത് 1500 ആക്കുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. അടുത്ത 5 വർഷം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ലെന്നും പ്രകടന പത്രിക വാഗ്ദാനം നൽകുന്നു. ഭൂരഹിതരില്ലാത്ത, വിശപ്പില്ലാത്ത, പട്ടിണിക്കാരില്ലാത്ത, വിലക്കയറ്റമില്ലാത്ത വികസന സങ്കല്പമാണ് പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ പടിപടിയായി ഉയർത്തി 1500 രൂപയാക്കും. പെൻഷനുകൾ മുടങ്ങാതെ എല്ലാ മാസവും പഴയതുപോലെ വീടുകളിൽ എത്തിക്കുമെന്നും പത്രിക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 10 ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കും. പുതുതായി 1500 മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കും. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് പ്രത്യേക പാക്കേജ് നടപ്പാക്കാനും പദ്ധതിയുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയുള്ള സാധനങ്ങൾക്ക് വരുന്ന 5 വർഷവും വിലവർധന ഉണ്ടാകില്ലെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് 4 വരി റെയിൽപാതയും അതിവേഗ തീവണ്ടിപ്പാതയും നടപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. 40,000 കോടി രൂപയുടെ റോഡ് വികസന പദ്ധതിയും പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 3-ന് AKG സെന്ററിലാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെത്രാൻ കായൽ നികത്താൻ അനുമതി നൽകിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചീഫ് സെക്രട്ടറി ജിജി തോംസണുമാണെന്ന് രേഖകൾ. റവന്യൂ വകുപ്പിന്റെ വിയോജിപ്പ് മറികടന്നായിരുന്നു തീരുമാനം. പദ്ധതി നെൽവയൽ തണ്ണീർത്തട നിയമത്തിന് എതിരാണെന്നും റവന്യൂ വകുപ്പ് അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച രേഖകൾ പീപ്പിൾ പുറത്തുവിട്ടു. സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മെത്രാൻ കായൽ നികത്താൻ അനുമതി നൽകിയതിനു പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് വ്യക്തമാക്കുന്ന നടപടിക്കുറിപ്പുകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിയോജിപ്പ് മറികടന്നായിരുന്നു മന്ത്രിസഭാ തീരുമാനം. 2008-ലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് പദ്ധതി പ്രദേശം. ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയില്ലാതെ പദ്ധതിക്ക് അംഗീകാരം നൽകാനാകില്ലെന്ന് റവന്യൂ സെക്രട്ടറി ഫയലിൽ കുറിപ്പെഴുതിയിട്ടുണ്ട്. ടൂറിസം പദ്ധതിക്ക് അനുമതി നൽകുന്നത് സംസ്ഥാനത്തെ അവശേഷിക്കുന്ന നെൽവയലുകൾ കൂടി അപ്രത്യക്ഷമാക്കുന്നതിനിടയാക്കുമെന്നതിനാൽ ഫയൽ മേലുത്തരവുകൾക്ക് സമർപ്പിക്കുന്നുവെന്നാണ് റവന്യൂ വകുപ്പിലെ കീഴുദ്യോഗസ്ഥരുടെ കുറിപ്പുകൾ. ഈ ഫയലുകളും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നു. എന്നാൽ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകാമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഫയലിൽ കുറിക്കുകയായിരുന്നു. ഫെബ്രുവരി 25-ലെ മന്ത്രിസഭായോഗത്തിന്റെ നടപടിക്കുറിപ്പുകളിൽ ഇക്കാര്യം വ്യക്തമാണ്. മെത്രാൻ കായൽ നികത്തൽ വിവാദമായപ്പോൾ പിൻവലിച്ചെങ്കിലും താൽപര്യമെടുത്തത് ആരൊക്കെയെന്ന് ഇതോടെ കൂടുതൽ വ്യക്തമാകുകയാണ്. MR സജീഷ്, തിരുവനന്തപുരം. UDF ഭരണകാലത്ത് അബ്കാരി കേസുകളിൽ സർവകാല റെക്കോർഡ്. മദ്യനയം നടപ്പാക്കിയതിന് ശേഷം സംസ്ഥാനത്ത് വ്യാജവാറ്റും മദ്യക്കടത്തും വ്യാപകമായി. 5 വർഷത്തിനിടയിൽ അധികമായി ഉണ്ടായ അബ്കാരി കേസുകൾ 15,000-ൽ-അധികമെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കഞ്ചാവ്, മയക്കുമരുന്ന് കേസുകളിലും 2008-നെ അപേക്ഷിച്ച് 5 ഇരട്ടി വർധനവാണ് 2015-ൽ ഉണ്ടായിരിക്കുന്നത് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. UDF സർക്കാരിന്റെ മദ്യനയം വിജയിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴാണ് സംസ്ഥാനത്ത് വ്യാജമദ്യ നിർമ്മാണവും വ്യാജമദ്യ വിൽപ്പനയും സ്പിരിറ്റ് കടത്തും വ്യാപകമായിരിക്കുന്നതായി സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അബ്കാരി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ സർവകാല റെക്കോർഡാണ് 2015 കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. 58,240 കേസുകൾ 2015-ൽ മാത്രം അബ്കാരി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2014-ൽ ഇത് 51,989 ആയിരുന്നു. 48,808 കേസുകൾ 2013-ൽ രജിസ്റ്റർ ചെയ്തപ്പോൾ 2008-ലെ LDF സർക്കാരിന്റെ കാലത്ത് അബ്കാരി ആക്ട് പ്രകാരമുള്ള കേസുകൾ വെറും 10,176 ആണ്. അബ്കാരി ആക്ട് അനുസരിച്ചുള്ള കേസുകൾ വർദ്ധിച്ചതോടൊപ്പം തന്നെ
നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അഥവാ NDPS ആക്ട് പ്രകാരമുള്ള കേസുകളിലും വൻതോതിൽ വർധനയുണ്ട്. അതേസമയം മദ്യത്തിന്റെ ഉപഭോഗം കുറയുമ്പോൾ തന്നെ മയക്കുമരുന്ന്, കഞ്ചാവ് എന്നിവയുടെ ഉപയോഗം കൂടുന്നതായി പോലീസും സമ്മതിച്ചിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ ഇത്തരം ലഹരി ഉപയോഗം ഉയർന്ന സാഹചര്യത്തിൽ ഇത് തടയാൻ പല കർമ്മ പദ്ധതികളും പോലീസ് ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. 2239 കേസുകളാണ് 2014 NDPS ആക്ട് പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ 2015 ആയപ്പോൾ ഈ വിഭാഗത്തിൽ 4105 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഫലമായി അബ്കാരി കേസുകൾ വർദ്ധിച്ചിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ സർക്കാർ വീണ്ടും ബാറുകൾക്ക് ലൈസൻസ് നൽകുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ ദുരന്തം അട്ടിമറി ശ്രമം മൂലമല്ലെന്ന് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട്. നിരോധിത സ്ഫോടക വസ്തുവായ പൊട്ടാസ്യം ക്ലോറേറ്റ് ഉപയോഗിച്ച അളവിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. അപകട നിരക്ക് ഉയരാൻ കാരണം കെട്ടിടാവശിഷ്ടങ്ങൾ വീണതാണെന്നും റിപ്പോർട്ട്. അതേസമയം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ ഒരു ക്ഷേത്ര ഭാരവാഹിയെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ദേവസ്വം കമ്മിറ്റി അംഗം G. സുരേഷ് ബാബുവിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പരവൂർ വെടിക്കെട്ട് ദുരന്ത പ്രദേശം നടൻ മമ്മൂട്ടി സന്ദർശിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിവരങ്ങൾ. സ്വാമി, ഇന്ന് 12 മണിയോടുകൂടിയാണ് നടൻ മമ്മൂട്ടി, കൈരളി TV ചെയർമാൻ കൂടിയായിട്ടുള്ള അദ്ദേഹം പരവൂർ പുറ്റിങ്ങൽ ദുരന്ത മേഖലയിൽ എത്തിയത്. ആദ്യം കോട്ടപ്പുറം LP സ്കൂളിലെ ദുരന്ത ബാധിതരായിട്ടുള്ള വീട്ടമ്മമാരെയും കുട്ടികളും അദ്ദേഹം കണ്ടു. അവരുടെ വേദനകളും വിഷമങ്ങളും മുഴുവനും മമ്മൂട്ടി മുമ്പിൽ വെച്ചു. തിരിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളും വികാരഭരിതമായിരുന്നു. അദ്ദേഹം വിതുമ്പുകയും ചെയ്തു. അദ്ദേഹം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സാന്ത്വനമേകിയ തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇനി ഒരു ദുരന്തം ഇനി ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാതിരിക്കണം. ഇപ്പോൾ ഇതിൽ ബാധിതരായിട്ടുള്ളവർ മുഴുവനും ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഇനി ദൂരെ നിന്ന് എപ്പോഴും ഈ ഉത്സവങ്ങളായാലും ശരി, ഇതുപോലെ വെടിക്കെട്ടുകളായാലും എന്തായാലും ദൂരെ നിന്ന് കാണുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഭംഗി. ഇനിയെങ്കിലും അടുത്ത ആരും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ദുരിതബാധിതരോട് ആശ്വാസവാക്കുകൾ കൊണ്ട് അവരെ സാന്ത്വനിപ്പിക്കുന്നുണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾ, അതായത് ദുരന്തത്തിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കൃഷ്ണയും അതുപോലെ തന്നെ കിഷോറും രണ്ടുപേരും മമ്മൂട്ടിയുടെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ തലോടൽ വാങ്ങിയിരുന്നു. അദ്ദേഹം അവരെ സാന്ത്വനിപ്പിച്ചു. അതുപോലെ നിരവധി പേർ, ബന്ധുക്കളെ മുഴുവൻ നഷ്ടപ്പെട്ട നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ സാന്ത്വനം ഏറ്റുവാങ്ങാൻ അവിടെ കോട്ടപ്പുറം സ്കൂളിൽ എത്തിയിരുന്നത്. അതിനുശേഷം അദ്ദേഹം ദുരന്ത ഭൂമിയായ പുറ്റിങ്ങൽ ക്ഷേത്ര മൈതാനത്തും അദ്ദേഹം എത്തി. അവിടെയും വലിയ ജനാവലിയാണ് മമ്മൂട്ടിയെ കാത്തിരുന്നത്. അവിടെയും മമ്മൂട്ടി അല്പനേരം ചെലവഴിച്ച ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയത്. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പാനമ രേഖകൾ പുറത്തുവിട്ട കള്ളപ്പണ നിക്ഷേപകരായ ഇന്ത്യക്കാരെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സാമ്പത്തിക രഹസ്യാന്വേഷണ വിഭാഗം, ആദായനികുതി വകുപ്പ് എന്നിവരോട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടു. അതേസമയം പാനമ രേഖകളിൽ പേര് വന്നതിനെ തുടർന്ന് അമിതാഭ് ബച്ചനെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കുന്നത് വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ. പാനമ രേഖകൾ പ്രകാരം ഇന്ത്യക്കാർ വിദേശ കമ്പനികളിൽ നടത്തിയ നിക്ഷേപങ്ങൾ നിയമാനുസൃതമാണോ എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. ഇന്ത്യൻ കമ്പനികളും വ്യക്തികളും വിദേശ നിക്ഷേപം നടത്തിയത് അനുമതിയോടെയാണോ എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് റിസർവ് ബാങ്കിനോട് ആരാഞ്ഞത്. നിയമവിധേയമായാണോ നിക്ഷേപങ്ങൾ എന്നും അറിയിക്കണം. വ്യക്തികളെയും കമ്പനികളെയും കുറിച്ചുള്ള സമഗ്രമായ വിവരം നൽകണമെന്ന് സാമ്പത്തിക രഹസ്യാന്വേഷണ വിഭാഗത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും. പാനമ അധികൃതരോട് ഇൻകം ടാക്സ് വിഭാഗവും കൂടുതൽ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. നിക്ഷേപങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ കള്ളപ്പണ നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാകും തുടർ നടപടികൾ. അതേസമയം പാനമ രേഖകളിൽ പേരുവന്നതിനെ തുടർന്ന് സിനിമാ താരം അമിതാഭ് ബച്ചനെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറാക്കി നിയമിക്കുന്നത് നീട്ടിവച്ചതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻസിഫ് മജിസ്ട്രേറ്റ് നിയമനത്തിൽ കേരള ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. ഇല്ലാത്ത ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് എന്തിനെന്ന് സുപ്രീം കോടതി ചോദിച്ചു. വിവരങ്ങളുമായി മനു ശങ്കർ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. മനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി, മുനിസിപ്പൽ മജിസ്ട്രേറ്റ് നിയമനം നടത്തിയ കേരള ഹൈക്കോടതിക്കെതിരെയാണ് സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത്. ഇല്ലാത്ത ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് എന്തിനായിരുന്നു എന്നാണ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. നിലവിൽ 2013 38 ഉദ്യോഗാർത്ഥികളെയും 2014 28 ഉദ്യോഗാർത്ഥികളെയും നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി നടത്തിയിരുന്നു. ഇത്
ഇതിന് സുപ്രീം കോടതിയുടെ അനുമതി ലഭിക്കുന്നതിനായുള്ള അപേക്ഷയാണ് ഹൈക്കോടതി സുപ്രീം കോടതി മുമ്പാകെ നൽകിയിരുന്നത്. എന്നാൽ ഭാവിയിൽ മുൻനിർത്തിയുള്ള ഈ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ പരിഗണിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതിയുടെ ഒരു പിഴവാണ് സംഭവിച്ചത്. ഇത്തരത്തിലുള്ള പിഴവിന് ഉദ്യോഗാർത്ഥികൾ ബലിയാടാകേണ്ടി വരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അതിനാൽ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവും നിയമനവും പൂർണ്ണമായി റദ്ദാക്കുന്നതായും സുപ്രീം കോടതി അറിയിക്കുകയുണ്ടായി. സോമി. ദില്ലിയിൽ നിന്നും മനു ശങ്കരൻ. മദ്യനയം കുറ്റമറ്റതാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പുതിയ ബാറുകൾക്ക് ലൈസൻസ് നൽകുമ്പോൾ എല്ലാം പരിശോധിക്കണമെന്നും സുധീരൻ കൊച്ചിയിൽ പറഞ്ഞു. ഇവിടുത്തെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ സർവ്വവശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ മദ്യനയം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സർവ്വ സാധ്യതകളും പരിശോധിച്ച് ഉചിതമായ നടപടികളിലേക്ക് നീങ്ങും. പുതിയ ബാറുകൾ അനുവദിച്ചത് മദ്യനയത്തിന് എതിരല്ലെന്ന് രമേശ് ചെന്നിത്തല. ഇപ്പോൾ അനുവദിക്കണമായിരുന്നു എന്നതാണ് പ്രശ്നമെന്നും വിഷയം UDF യോഗം നാളെ ചർച്ച ചെയ്യുമെന്നും ചെന്നിത്തല തൃശ്ശൂരിൽ പറഞ്ഞു. അല്ല, ഏത് സാഹചര്യത്തിലാണെന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. ഇന്നലെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമല്ല, കാരണം 5 സ്റ്റാറിന് കൊടുക്കാമെന്ന് ഇപ്പോൾ ഉണ്ടല്ലോ. പക്ഷെ അത് ഈ സാഹചര്യത്തിൽ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. 22 വർഷമായി തൃശൂർ ജില്ലയിലെ അഷ്ടമിച്ചിറ കോൾക്കുന്നിൽ കൃഷി ചെയ്യുകയാണ് വിമുക്ത ഭടനായ ജോസഫ് പള്ളൻ. സ്വന്തമായി ഭൂമിയില്ലെങ്കിലും 41 ഏക്കറിൽ പൊന്നു വിളയിക്കുന്ന ജോസഫ് യുവ കർഷകർക്കും പ്രചോദനമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഹരിതമിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ മാതൃകാ കർഷകന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 22 വർഷമായി കൃഷി മാത്രമാണ് ജോസഫ് പള്ളൻ എന്ന വിമുക്ത ഭടന്റെ ജീവിതചര്യ. കൃഷി ചെയ്തും ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന പാഠമാണ് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ജോസഫ് യുവതലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ശേഷം അയൽവാസിയുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ജോസഫ് പള്ളൻ കൃഷി ആരംഭിച്ചത്. പാട്ടത്തിനെടുത്ത 1.25 ഏക്കറിൽ വെറ്റിലക്കൊടിയിൽ തുടങ്ങിയ കൃഷി ഇന്ന് 41 ഏക്കറിലേക്ക് വ്യാപിച്ചു. വർഷത്തിൽ 365 ദിവസവും വിളവെടുക്കാവുന്ന തരത്തിൽ സമ്മിശ്ര കൃഷിയായാണ് തോട്ടത്തിന്റെ പരിപാലനം. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് റിലേ മോഡൽ കൃഷിയാണ്. റിലേ മോഡൽ കൃഷി എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു ബെഡിൽ 1 മുതൽ 6 വിളകൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്നും 5 വിളകളുടെ വിളവെടുപ്പ് സെയിം വർഷം നടത്തുന്നതിനെയാണ് റിലേ കൃഷി എന്ന് പറയുന്നത്. നവംബർ 15 മുതൽ നവംബർ 14 വരെ നീളുന്ന കാർഷിക കലണ്ടർ അടിസ്ഥാനമാക്കിയാണ് കൃഷി ഇറക്കുന്നത്. വെറ്റില കൃഷി ചെയ്താണ് തുടക്കമെങ്കിലും ഉപയോഗം അർബുദത്തിന് ഇടയാക്കുമെന്ന തിരിച്ചറിവ് ഇതിൽ നിന്ന് പിന്മാറാൻ ഇടയാക്കി. പട്ടുനൂൽ കൃഷി, കോഴി വളർത്തൽ എന്നിവയും കഴിഞ്ഞാണ് പഴവർഗ്ഗങ്ങളിലേക്കും പച്ചക്കറിയിലേക്കും കേന്ദ്രീകരിച്ചത്. ഗ്രാഫ്റ്റിംഗ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ കാലാവസ്ഥയോട് ഇണങ്ങാത്ത പച്ചക്കറികളും ജോസഫ് പള്ളന്റെ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നുണ്ട്. ഫിറമോൺ ട്രാപ്പ്, മഞ്ഞക്കിണി തുടങ്ങിയ ജൈവമാർഗ്ഗങ്ങളാണ് കീടങ്ങളെ ചെറുക്കാൻ ഉപയോഗിച്ചു വരുന്നത്. മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ജോസഫിന് ലഭിച്ചിട്ടുണ്ട്. 22 വർഷം മുമ്പ് വെറ്റില കൃഷിയിൽ ആരംഭിച്ച സ്വയം തൊഴിൽ സംരംഭമാണ് ഇന്ന് 40 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നത്. സ്വന്തമായി ഭൂമിയുള്ളവർ പോലും കൃഷിയിൽ നിന്ന് പിന്തിരിയുന്ന കാലഘട്ടത്താണ് വിമുക്ത ഭടൻ യുവാക്കൾക്ക് മാതൃകയാവുന്നത്. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. തെരഞ്ഞെടുപ്പിന്റെ മുൻകാല ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ ഭരണപക്ഷത്തോട് എന്നും കൂറുപുലർത്തുന്ന മണ്ഡലമാണ് കോട്ടയം. കേരളം ആര് ഭരിക്കുന്നുവോ അവരുടെ പ്രതിനിധിയായിരിക്കും കോട്ടയത്തിന്റെ പ്രതിനിധി. തെരഞ്ഞെടുപ്പ് ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ സജീവമാകുമ്പോൾ പ്രചാരണ രംഗത്ത് വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് ഇടത് വലതു മുന്നണികളുടെ പ്രവർത്തനങ്ങൾ. LDF സർക്കാരിന്റെ കാലത്ത് കോട്ടയത്തിന്റെ ജനപ്രതിനിധിയായിരുന്ന VN വാസവനെതിരെ 700-ൽ പരം വോട്ടിന് കഷ്ടിച്ച് കടന്നുകൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിലെത്തിയത്. എന്നാൽ ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF നിയോഗിച്ചിരിക്കുന്നത് CPIM ജില്ലാ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് റജി സഖറിയയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള റജി സഖറിയ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്നതിനും പുതുപ്പള്ളിക്കാർ സാക്ഷിയായി.
3 പതിറ്റാണ്ടായി കോട്ടയത്തെ വിദ്യാർത്ഥി യുവജന രംഗത്ത് നിറസാന്നിധ്യമായ റജി സഖറിയ കഴിയാവുന്നിടത്തോളം ആളുകളെ നേരിൽ കാണാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് റജി സഖറിയ പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയിൽ ആഭ്യന്തരം, റവന്യൂ, ഗതാഗതം, കായികം, വനം വകുപ്പുകൾ കൈകാര്യം ചെയ്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വികസനത്തിനായാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. എന്നാൽ മന്ത്രിയായിരുന്നപ്പോൾ തിരുവഞ്ചൂരിനെതിരെ ഉയർന്ന വിവാദങ്ങളും തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ്. സോളാർ വിവാദം, പാറ്റൂർ ഭൂമി ഇടപാട്, ശാലു മേനോനുമായുള്ള ബന്ധവും ഗൃഹസന്ദർശനവും, ദേശീയ ഗെയിംസ് അഴിമതി ആരോപണങ്ങൾ, ഗുജറാത്തിലെ ബിസിനസ്സുകാരൻ അഭിലാഷ് മുരളീധരനുമായുള്ള മന്ത്രിപുത്രനുള്ള ബന്ധവും തുടങ്ങി നിരവധി ആരോപണങ്ങളുടെ പുകമറയെത്തുന്നതാണ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് വീണ്ടും ജനവിധി തേടുന്നത്. BMSന്റെ ദേശീയ നേതാവ് അഡ്വക്കേറ്റ് MS കരുണാകരനാണ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. മണ്ഡലത്തിലുടനീളമുള്ള വ്യക്തിബന്ധങ്ങളിലാണ് കരുണാകരന്റെ പ്രതീക്ഷ. കേന്ദ്ര സർക്കാരിന്റെ ഭരണനേട്ടമാണ് പ്രചരണായുധം. കോട്ടയം മുനിസിപ്പാലിറ്റി പൂർണ്ണമായും പനിച്ചിക്കാട്, വിജയപുരം പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന കോട്ടയം മണ്ഡലത്തിൽ 1,61,90 വോട്ടർമാരാണുള്ളത്. ഇതിൽ 83,042 വോട്ടർമാർ സ്ത്രീകളാണ്. പുരുഷ വോട്ടർമാരുടെ എണ്ണം 70,848 നിസാര വോട്ടിന് കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാൻ LDF യുവജന പോരാളി അഡ്വക്കേറ്റ് റജി സഖറിയെ രംഗത്തിറക്കുമ്പോൾ മണ്ഡലം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് സിറ്റിംഗ് MLAയും UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. BJP സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്ത് സജീവമായതോടെ കോട്ടയത്തെ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.